നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വെടിനിർത്തലിനെ തുടർന്ന് അവസാനിച്ചുവെങ്കിലും ഇറാന് ഇപ്പോഴും അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേൽ തകർത്തു തള്ളിയത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ കൂടിയായിരുന്നു, ഒപ്പം ആണവ ശാസ്ത്രജ്ഞന്മാരെയും. ഇപ്പോൾ ഇറാൻ പുതുതായി അവരുടെ സൈനിക മേധാവിയെ തിരഞ്ഞെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് സൈനിക ആസ്ഥാനത്തിൻ്റെ കൂടി ചുമതലയുള്ള പുതിയ സൈനിക മേധാവിയെ തിരഞ്ഞെടുത്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ വധിച്ച അലി ഷഡ്മാനിയുടെ പിൻഗാമിയായിട്ടാണ് ഈ പുതിയ ജനറലിനെ നിയമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പുതിയ സൈനിക മേധാവിയുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ തങ്ങൾ പുറത്തുവിടുന്നില്ല എന്നാണ് ഇപ്പോൾ ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇസ്രായേൽ അവരെ വധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാനിൽ ഇനി കൊല്ലപ്പെടാൻ വളരെ കുറച്ച് സൈനിക മേധാവികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട എല്ലാവരെയും തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സൈനിക ആസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള സൈനിക മേധാവിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട എന്നാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ആകട്ടെ അവരെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിനെ തന്നെയാണ്. മൊസാദ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഇറാനെ കളിയാക്കുകയാണ്. അവർ പറയുന്നത്, നിങ്ങളുടെ പുതിയ സൈനിക മേധാവിയെ തിരഞ്ഞെടുത്തവരൊക്കെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, വളരെ നേരത്തെ അറിഞ്ഞു. അതായത് നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും എന്ന് ചുരുക്കം. അയാളുടെ പേരും വിശദാംശങ്ങളും മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിത് ഇറാനിലെ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്നാണ് ഇപ്പം മൊസാദ് ഇറാനെ കളിയാക്കി പറയുന്നത്. വേണമെങ്കിൽ ഇറാന് ഞങ്ങൾക്ക് കുറച്ച് പേരുകൾ ഗസ് ചെയ്യാൻ വേണ്ടി അയച്ചു തരാം, അതിൽ നിങ്ങൾ ആളിനെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം കളിയാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. ഇറാനെ കായികമായി മാത്രമല്ല മാനസികമായും തളർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മൊസാദ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ശക്തമായ തോതിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായി അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഫോർദോയിലെ ഞങ്ങളുടെ ആണവ നിലയം അമേരിക്ക തകർത്തു എന്ന്. നേരത്തെയൊക്കെ തന്നെ അവർ വാദിച്ചിരുന്നത് ഫോർദോ ആണവ നിലയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അമേരിക്ക എന്നല്ല ലോകത്തെ ഏത് വലിയ ശക്തി വന്നാലും ഞങ്ങളുടെ ആണവ നിലയത്തെ ഒന്നും തകർക്കാൻ കഴിയുകയില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ അവർ അക്കാര്യവും ഇപ്പോൾ ഏറ്റു പറഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ അവരുടെ മറ്റ് ആണവ നിലയങ്ങളൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. ഫോർദോ ആണവ നിലയത്തെ അത്ര പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല ഇസ്രായേലിന് എന്ന് അവർക്കും അറിയാമായിരുന്നു. കാരണം ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആണവ നിലയം വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ മേഖലയാണുള്ളത്. പെട്ടെന്ന് അവർ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ ധൈര്യമായി അവിടെ അവർ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ തന്നെ നടത്തിയത്. പക്ഷേ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എത്തിയപ്പോൾ അവിടെ എല്ലാം തന്നെ തകർന്നഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇനി ഇറാനുമായി ആണവ ചർച്ച നടത്തേണ്ട കാര്യമില്ല, കാരണം അവരുടെ ആണവ നിലയങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുന്നു, ആണവ നിലയങ്ങളില്ലാത്ത ഇവരുമായിട്ട് ഇനി എന്തിനാണ് ചർച്ച നടത്തുന്നതെന്നാണ് ട്രംപ് ചോദിച്ചത്. അത് ഏതാണ്ട് സത്യമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഭീതിയിൽ തന്നെയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. അയാളും കുടുംബാംഗങ്ങളും ഏതോ സ്ഥലത്തെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തു വരാൻ ഇനിയും അദ്ദേഹം ധൈര്യം കാട്ടിയിട്ടില്ല. തൻ്റെ അതിവിശ്വസ്തരുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും വെടിനിർത്തൽ നിലവിലുന്നതിന് ശേഷം പോലും പങ്കെടുക്കാൻ ഖമേനി തയ്യാറായില്ല എന്നുള്ളത് എന്തുമാത്രം അവർ ഇസ്രായേലിനെ ഭയക്കുന്നു അല്ലെങ്കിൽ മൊസാദിനെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇറാനിൽ മൊസാദ് അറിയാതെ ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇറാനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി ഇസ്രായേലിൻ്റെ ചാരന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. വഴിയിൽ കാണുന്ന ആരെയും ഇത് ഇസ്രായേൽ ചാരനാണെന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ജൂതവംശജരായ നിരവധി പേരെ ഇതിനകം തന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കുകയോ അതല്ലെങ്കിൽ ക്രൂരമായ പീഡനമുറകൾക്ക് വിധേയമാക്കുകയൊക്കെ തന്നെ ചെയ്തതായി വാർത്തകൾ പുറത്തു വരുന്നു. ഇറാൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. അവരുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് പാളിസായതായി കൃത്യമായ തെളിവുകൾ സഹിതം അമേരിക്ക പുറത്തുവിടുകയോട് ചെയ്തതോടെ ഇപ്പോൾ ഇറാന് ഭയം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഖമേനി ഇപ്പോഴും പുറത്തു വരാത്തത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സൈനിക മേധാവിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ പുറത്തുവിടാൻ ഇറാൻ മടിക്കുന്നത്. കാരണം മൊസാദ് ഏത് വഴിയാണ് വന്ന് ആക്രമിക്കുന്നതെന്ന് ഇറാന് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം.